ലൈറ്റിന്റെ പിരിവ്, സ്ട്രീറ്റ് ലൈറ്റിന്റെ പിരിവ് ഇട്ടോളി. ഇതാ ഇട്ടിറക്കണ്ട, പൈസ ഇട്ടിറക്കണ്ട. സ്ട്രീറ്റ് ലൈറ്റിന്റെ പിരിവ് മണിയേട്ടാ, സ്ട്രീറ്റ് ലൈറ്റിന്റെ പിരിവ് ഇല്ലാന്നാ. പഞ്ചായത്ത് ചെയ്യാനല്ലോ സ്ട്രീറ്റ് ലൈറ്റിന്റെ പിരിവ്. അത് വേണോ? ആകെ ചെയ്യേണ്ടാണ് പഞ്ചായത്ത്. ഇത് ഒരു വർഷം മുമ്പ് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതാ, ഇത് ഇടണ്ട, പിരിവിടണ്ട. മിഞ്ഞാന്ന് പിന്നെ മണിയേട്ടനോട് മണിയേട്ടെ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞ് മെമ്പർ പറഞ്ഞത്രേ, പിന്നെ ഞാൻ അതിന്റെ ആളല്ല, എന്നോട് പറയും വേണ്ടെന്ന് പറഞ്ഞത്രേ. സ്ട്രീറ്റ് ലൈറ്റ് എനിക്ക് നേരമില്ലാന്ന് പറഞ്ഞു. അല്ലടോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ രാത്രി 10 മണിക്ക് 11 മണിക്കൊക്കെ അമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ കാത്തുകാരനാണ്. ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും ഇവിടെ വണ്ടി കിട്ടണാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് എടപ്പാളുകാർക്കാണ്, നമ്മുടെ ഓട്ടോക്കാർക്കാണ്, ആർക്കൊക്കെ ഇത് വരുന്നത്. മൊത്തത്തിൽ നമ്മുടെ എടപ്പാളുകാർക്കും ഓട്ടോക്കാർക്കും ഒക്കെ നാണക്കേടാണ്ടോ. ഈ ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടന്നല്ലേ. മെമ്പർക്ക് ഉളുപ്പുണ്ടാ? ഉളുപ്പില്ല. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യണ്ട. ബസ് ഇറങ്ങിയിട്ട് ഉള്ളപ്പോ സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ആര് മെമ്പർ പറഞ്ഞു? അപ്പൊ അതെ, നമസ്കാരമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എടപ്പാളിന്റെ അവസ്ഥ. സത്യം പറഞ്ഞാൽ നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ ഓട്ടോക്കാർ. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പിരിവെടുത്തിട്ട് ആ സംഭവം ഇപ്പം മേടിച്ചേനെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എടപ്പാളുള്ള കുറേ മുതലാളിമാരുണ്ട്. അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാര്യം സർക്കാരിനോടും ഇവിടുത്തെ എന്താ പറയുക ഭരണകർത്താക്കളോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വർഷങ്ങളായത് ഇപ്പം ഇങ്ങനെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു എന്താ പറയുക ഈ ഒരു സംഭവം ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ട് ഈ എടപ്പാളുകാരെ ഈ നാണക്കേടിൽ നിന്നും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.